പ്രിയമുള്ളവരെ, വചനജ്വാല 1783 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 19 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യം, അതിൽ 21 മുതൽ 50 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവർ അവമാനിതരും അധികാരവും ആധിപത്യവും നഷ്ടപ്പെട്ടവരും ആകട്ടെ. അവരുടെ ശക്തി ക്ഷയിച്ചു പോകട്ടെ. അഖില ലോകത്തിനും മേൽ മഹത്വപൂർണനും ഏകദൈവവുമായ കർത്താവ് അങ്ങാണെന്ന് അവർ അറിയട്ടെ. അവരെ തീച്ചൂളയിൽ എറിഞ്ഞ രാജസേവകന്മാർ ഗന്ധകവും കീലും ചണച്ചവറും വിറകുമിട്ട് തീച്ചൂളയെ ഉജ്ജ്വലിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. തീജ്വാല ചൂളയിൽ നിന്ന് 49 മുഴം ആളി ഉയർന്നു. ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽദായരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു. അസറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിന്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശി. ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല. അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. അപ്പോൾ അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നുമെന്നും സുസ്ഥിരഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അത് എക്കാലവും എല്ലാറ്റിനുമുപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കെരൂബുകളുടെ മേൽ ഇരുന്ന് അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നേക്ക് സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. ആകാശവിധാനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്. കർത്താവിന്റെ സൃഷ്ടികളെ അവിടുത്തെ വാഴ്ത്തുവിൻ, അവിടത്തേക്ക് സ്തുതി പാടുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ പുകഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. സൂര്യനും ചന്ദ്രനും കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മഴയെ മഞ്ഞെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അഗ്നിയെ ചൂടെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നേക്കും
അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഹേമന്തത്തിലെ ശൈത്യമേ, ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഹിമഗണങ്ങളെ, മഞ്ഞുകട്ടകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. രാവുകളെ, പകലുകളെ, കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. പ്രകാശമേ, അന്ധകാരമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ യൂസ്തായെയും റുഫീനയെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. സ്പെയിനിൽ സെഷേലിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന രണ്ട് ക്രിസ്തീയ വനിതകളാണ് യൂസ്തായും റുഫീനയും. എന്നാൽ വിജാതീയ പൂജകൾക്ക് പാത്രങ്ങൾ ഇവർ വിൽക്കാതിരുന്നത് കൊണ്ട് ഇവരുടെ വിൽക്കാൻ വെച്ചിരുന്ന എല്ലാ പാത്രവും അവർ തച്ചുടച്ചു. ഇതിന് പ്രതികാരമായി അവർ ദേവിയുടെ ഒരു വിഗ്രഹം തകർത്തു. വിജാതീയർ ഗവർണറോട് പരാതിപ്പെട്ടു. പ്രീഫെക്റ്റ് യൂസ്തായോടും റുഫീനയോടും നശിപ്പിച്ച വിഗ്രഹത്തിന് ബലി ചെയ്യാൻ ആജ്ഞാപിച്ചു. അവർ തയ്യാറാകാതെ യേശുവിനെ ഏറ്റുപറഞ്ഞു. ഉടനെ പീഡന യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു നീട്ടാനും പള്ളമുള്ളുകൊണ്ട് കീറാനും ഉത്തരവായി. പ്രിയമുള്ളവരെ, യൂസ്ത പീഡന യന്ത്രത്തിൽ കിടന്നു റുഫീനയുടെ കഴുത്ത് ഞെക്കിക്കൊല്ലുകയും ഇരുവരെയും ദഹിപ്പിക്കുകയും ചെയ്തു. പ്രിയരെ, ധീര രക്തസാക്ഷികളായ വിശുദ്ധ യൂസ്തായുടെയും റുഫീനയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.